ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തപ്പം ഗ്രൗണ്ടിലാട്ടോ. അതാണ് കേട്ടോ എറണാകുളത്തപ്പം ഗ്രൗണ്ടിലേക്കുള്ള എൻട്രൻസ്. MG റോഡിൽ നിന്ന് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് അമ്പലത്തിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് കേട്ടോ. അത് കാണാനായിട്ടാണ് വന്നേക്കുന്നത്. സർറിയൽ വാട്ടർഫാൾസ്, ദ ബിഗ്ഗസ്റ്റ് വേൾഡ് വണ്ടർ വാട്ടർഫാൾ എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കാണാൻ ടിക്കറ്റ് കൗണ്ടർ. ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ എന്തൊക്കെ ഉണ്ട്, കയറി നോക്കിയാൽ അറിയാൻ പറ്റും. അവിടെ കയറി നോക്കട്ടെ. ഞാനിപ്പോൾ കൗണ്ടറിൻ്റെ മുന്നിലെത്തി. അവിടെ ടിക്കറ്റ് റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് 150 രൂപ. ക്യാഷ് ഓൺലി ഉണ്ട്. പിന്നെ വേറെ കൗണ്ടറിൽ പേടിഎം കൗണ്ടറും ഉണ്ട്. 2 ടൈപ്പ് കൗണ്ടറുണ്ട്. ക്യാഷ് ഓൺലി കൗണ്ടറും പേടിഎം കൗണ്ടറും ഉണ്ട്. ഓൺലൈൻ കൗണ്ടറും ഉണ്ട്. ഇതാണ് കേട്ടോ എൻട്രൻസ്. നല്ല കളർഫുൾ എൻട്രൻസ് ആണ്. എൻട്രൻസിന് നമ്മൾ കയറി ചെല്ലണത് തന്നെ ഒരു ഗ്ലോ ഗാർഡനിലേക്കാണ് കേട്ടോ. ഇതാണ് ഗ്ലോ ഗാർഡൻ. ഇവിടെ നമുക്ക് ഇതുപോലത്തെ കുറേ ഇൻസ്റ്റലേഷൻസ് കാണാം കേട്ടോ. ഫ്ലവേഴ്സും ലൈറ്റ്സും മേലെ അമ്പറിലേക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. പല നിറത്തിലുള്ള കുടകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ലൈറ്റപ്പ് ചെയ്ത ഫ്ലവേഴ്സ് കാണാം നമുക്ക്. ഇത് കണ്ടോ, ഇവിടെ നമുക്കൊരു വലിയ തുമ്പീനെ കാണാം. മോട്ടറൊക്കെ ഘടിപ്പിച്ചിട്ട് മൂവ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. കുറേ ഫ്ലവേഴ്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആളുകൾ ഒത്തിരി അവിടെ നിന്നിട്ട് സെൽഫിയും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് നമുക്കൊരു ബട്ടർഫ്ലൈ കാണാം. മൂവ് ചെയ്യുന്ന ബട്ടർഫ്ലൈ, ഒരു വലിയ ബട്ടർഫ്ലൈ കാണാം. നല്ല കളർഫുൾ ബട്ടർഫ്ലൈ. ലൈറ്റൊക്കെ അടിച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറം നമുക്കൊരു എന്തതിന് പറയുന്നത് പുൽച്ചാടീനെ കാണാം. ഇതുപോലെ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ്. They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. I got all this potential that's deep inside of me, but they hate when you're successful cause they try to be. They sit there being judgmental because you're trying things, and they just want you to settle and do the right thing. So get a good job, don't slack off. Wake up every morning, make a good impression on your boss. Don't do anything that I wouldn't do, and when you're making money, make sure you don't spend it too soon. Fuck that, I'll do what I wanna do. I got a different path from everyone and that includes you. Who are you to tell me how to live life? ഇവിടെ ഒരു വെള്ളച്ചാട്ടമല്ല കേട്ടോ, 2 വെള്ളച്ചാട്ടമുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ എൻട്രൻസിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു വെള്ളച്ചാട്ടം. അതുകൂടാണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിനകത്ത് കാണുന്നത് ഒരു വലിയ വെള്ളച്ചാട്ടം. അങ്ങനെ 2 വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം എന്തൊക്കെ അമ്യൂസ്മെൻറ്റ് എന്തോ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഷോപ്സ്, ചെറിയ ഐസ്ക്രീം വിൽക്കുന്ന ഷോപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നാൽ വെള്ളം നമ്മുടെ മേത്തേക്ക് വെള്ളം തെറിക്കും കേട്ടോ. നീരാവി വരെ അത് നേരെ കുത്തനെ വെള്ളം താഴേക്ക് ചാടുക. നീരാവി മുഖത്തേക്ക് വരും. നമ്മുടെ മുഖത്തേക്ക് മേത്തേക്ക് പോകുന്ന ഫോണൊക്കെ നനയും. ഇവിടെ ഒരൊട്ടകമുണ്ട്. 2 ഒട്ടകമുണ്ട്. ഒരൊട്ടകം ഇവിടെ ലെഫ്റ്റ് സൈഡിലും എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിനകത്ത് വേറെ ഒരു ഒട്ടകം. അങ്ങനെ 2 ഒട്ടകമാണുള്ളത്. അവിടെ ഒരു ഡാൻസർ, ഒരു ചേച്ചി വന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചിയുടെ ഡാൻസ് അടിപൊളി ഡാൻസായിരുന്നു. അതുകൊണ്ട് കുറേ ആളുകൾ പുറകിൽ ഡാൻസ് കളിക്കാൻ കൂടിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരത്തേക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാം. ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്തൊരു ചുമന്ന ലൈൻ മാർക്ക് ഉണ്ട് കേട്ടോ. ആ മാർക്കിൻ്റെ മേലേക്ക് കയറരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ വെള്ളം നമുക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങും കേട്ടോ ചെയ്യണേ. മറ്റേതിൻ്റെ മാതിരി കുത്തനെ താഴേക്ക് ചാടുകയല്ല, ഇങ്ങനെ ഒലിച്ചിറങ്ങുക ചെയ്യണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്തേക്ക്. അപ്പോൾ നമുക്കൊരു ഒറിജിനൽ ഫീൽ കിട്ടാൻ പാകത്തിന് ഒരു കല്ലൊക്കെ മാതിരി ചെയ്ത് വെച്ചിട്ടുണ്ട്. കല്ലാന്നൊക്കെ തോന്നുന്ന രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കണ്ണ് റെഡാണ്, ആ റെഡ് മാർക്കാണ്
ക്രോസ് ചെയ്തെന്ന് പറഞ്ഞേക്കണേ. അവിടം വരെ നമുക്ക് പോകാൻ പറ്റും. കുട്ടികളൊക്കെ അതിൻ്റെ അകത്ത് കിട്ടുന്ന ആത്മഹത്യയൊക്കെ ഉണ്ട്. വെള്ളത്തിനൊരു ചെറിയ സ്മെല്ലുണ്ട് കേട്ടോ. എനിക്ക് ക്ലോറിൻ ഇട്ടേക്കണോണ്ടാണെന്ന് തോന്നുന്നു. ഒരു ചെറിയ സ്മെല്ലുണ്ട് വെള്ളത്തിന്. മേലെ ലൈറ്റ്സൊക്കെ കാണാൻ പറ്റും കളർഫുള്ളായിട്ട്. കുറച്ചുകൂടെ രാത്രിയൊക്കെ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതുണ്ടായി വെള്ളം താഴേക്ക് വന്നിട്ട് പിന്നെ ഏറ്റവും താഴെ എത്താറാകുമ്പോഴത്തേക്കും അത് ഒരു ഹോളിലേക്ക് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പുറത്തേക്ക് വിളിച്ച് താഴേക്ക് ഇറങ്ങുന്നില്ല. ആ വെള്ളം താഴേക്ക് ഒലിച്ച് വന്ന വെള്ളമെല്ലാം അതിൻ്റെ ഉള്ളിലൊരു ഹോളുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിലൂടെ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പുറത്ത് വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും മോട്ടോർ പമ്പ് ചെയ്ത് വിടുകയെന്ന് തോന്നുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ എക്സിറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെയിൽസ് മറ്റേ എക്സ്പോ കാണാൻ കേട്ടോ. എക്സ്പോ അവിടെ സാധനങ്ങൾ വിൽക്കുകയൊക്കെ ചെയ്യണുണ്ട്. പലതരം ഷോപ്സ് ഉണ്ട്. ആദ്യം തന്നെ ഫർണിച്ചറിൻ്റെ ഷോപ്പാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ടൊരു പുസ്തകം വിൽപ്പന ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാനൊരു പുസ്തകം വാങ്ങിച്ചു. മടി മാറാനായിട്ടുള്ളൊരു പുസ്തകം വാങ്ങിച്ചത്. അതിപ്പോൾ 3-4 ദിവസമായി വാങ്ങിച്ചിട്ട് മടി കാരണം അത് മൊത്തം വായിച്ച് തീർത്തിട്ടില്ല കേട്ടോ. ഇനിയും വായിച്ച് തീർക്കാനുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്. ഇവിടെ ഒരു ബജി സ്റ്റാളുണ്ട്. അവിടെ കയറി നമ്മളെന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ കൈ കഴുകാൻ വെള്ളം ഉണ്ടാവില്ലേ, ടിഷ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കൈ കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇതുമാതിരി കുറേ റൈഡുകളുണ്ട് കേട്ടോ. പൈറേറ്റ്സ് ബോട്ട് ഉണ്ട്, ജയൻറ്റ് വീലുണ്ട്, പിന്നെ കുട്ടികൾക്ക് സ്ലൈഡ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ട്രെയിന്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. സാധാരണ എല്ലാ എക്സ്പോയിലും കാണാൻ പോലെ തന്നെ. ഇതാണ് അതിൻ്റെ എക്സിറ്റ്. ഞങ്ങൾ തിരിച്ച് വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടി ഇരുട്ടായി കഴിഞ്ഞപ്പോൾ ലൈറ്റൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ആൾക്കാർ ഒത്തിരി ഉണ്ട് കേട്ടോ, നിറച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയൊക്കെ ആയിട്ടോ. പെട്ടെന്ന് തന്നെ വെള്ളം നിന്നു കേട്ടോ. അവിടെ എന്തോ സ്വിച്ച് ട്രിപ്പായതാണെന്നോ അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത്. വെള്ളം നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും സ്റ്റാർട്ടായിട്ടാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു സൈഡിൽ നിന്നാണ്, 2 സൈഡിൽ നിന്നായിട്ടാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റയടിക്ക് എല്ലായിടത്തുനിന്നും വീഴുകയില്ല. കുറച്ചായിട്ട് ഓരോ സൈഡിൽ നിന്ന് വീണുകൊണ്ടിരിക്കുക ചെയ്യും. അതായത് ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വീണു, ഇപ്പുറത്തെ സൈഡിൽ നിന്നും വീണു തുടങ്ങി വെള്ളം. ശരിക്കും ഡാമൊക്കെ തുറന്നു വിടണമായ ഒരു കാഴ്ചയാകുന്നു. വെള്ളം കുറച്ചായിട്ട് ഇങ്ങനെ താഴേക്ക് വീഴുന്നത് കാണാനായിട്ട്. നമ്മുടെ ഇടുക്കി ഡാമൊക്കെ തുറന്നിട്ടാൽ മതി. ഞങ്ങളവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇതുണ്ടോ, ഇത് എറണാകുളത്തപ്പം ഗ്രൗണ്ടിൻ്റെ ഒരു എൻട്രൻസ് ആണ്. അത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്, അത് കവർ ചെയ്ത് വെച്ചേക്കാണ്. ഒരൊറ്റ എൻട്രൻസ് മാത്രമേ അത് തുറന്നിട്ടുള്ളൂ. സ്ട്രീറ്റൊക്കെ ലൈറ്റപ്പ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ആ മരത്തേലൊക്കെ മാല ബൾബ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ പുറകെ നിന്നുള്ള വ്യൂ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ. ഒരു 4-5 നില കെട്ടിടത്തിൻ്റെ പൊക്കമുണ്ട് കേട്ടോ വെള്ളച്ചാട്ടത്തിന്. ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ചാൽ ഒരു 5 നില കെട്ടിടത്തിൻ്റെ പൊക്കമുണ്ട്. ഇതാണ് മെയിൻ കവാടം. ഇത് മാത്രമാണ് തുറന്നിട്ടുള്ളൂ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം വരാം. ഓക്കെ.